കടയിൽ കൊടുക്കാനാ. നാണിക്കാനൊന്നുമില്ല. എപ്പോ കാശ് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. അയ്യോ അണ്ണൻ, നീ വന്നേ, തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഏത്? മേലിൽ ഇത് ആവർത്തിക്കരുത്. വരട്ടുകയാണോ? അടിക്കാനോ മറ്റോ ആണ് ഭാവമെങ്കിൽ ഒന്ന് പറഞ്ഞേച്ചു വേണം. ശാസ്ത്രീയമായി അടി അഭ്യസിക്കുന്നവനാ ഞാൻ. പറഞ്ഞൊന്ന് മാത്രം. ശാസ്ത്രീയമായി അടി അഭ്യസിക്കുന്ന പാർട്ടിയല്ലേ? എങ്കിൽ ശാസ്ത്രീയമായി എന്നെ ഒന്ന് തല്ലിക്കേ. തല്ലടാ. വേഷമൊക്കെ കെട്ടി റെഡിയായിട്ട് നിൽക്കല്ലേ? വേണമെങ്കിൽ ഞാൻ തുടങ്ങിത്തരാം. பிரமாதம் சங்கரனா, பிரமாதம். நம்ம வாத்தியார் மாதிரி பிரமாதம். யானை வளர்த்தி கோவிந்தன்குட்டி போதுமா? വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം சொல்ற റെയിൽവേ പോർട്ടർ രംഗൻ. ഒന്നുകൂടെ പറയാ, മേലാൽ ഇത് ആവർത്തിക്കരുത്. അല്ലെന്നെ ഒരു ചിന്ന ലിഫ്റ്റ് പോടാ. വീട്ടിൽ പോയി നല്ല എണ്ണയിട്ട് തിരുമ്പുങ്കോ. മീനാ പാടി, നേരം മാറുതേ. എങ്ങോട്ടാ? മണിസ്വാമിക്ക് തെരുവിലെ സ്വീകരണം. വലിയ ജന്മിയാ. അതിന് ഇവിടെ എന്തിനാ കെട്ടിയെടുക്കുന്നത്? എന്താ ശങ്കര? പുതിയമ്മയ്ക്കൊന്നും അറിയില്ലല്ലേ? കളരിയിലെ രഹസ്യ കച്ചവടമൊക്കെ ഞാൻ അറിഞ്ഞു. എന്ത് രഹസ്യ കച്ചവടം? നിങ്ങളുടെ എന്റെ തങ്കച്ചിയുടെ പാല് വിൽപ്പന. അതെ, ഞാൻ പാല് വിൽക്കുന്നു. അതിൽ രഹസ്യമൊന്നുമില്ല. എന്റെ ഗതികേട് കൊണ്ടാ. സമ്പാദിച്ചു തരാൻ ഈ വീട്ടിൽ ഒരാണില്ലാഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ പട്ടിണി കിടക്കണം. ചെറ്റത്തരം കാണിക്കരുത്. അത് പറയാൻ നീ ആരാടാ? ഒരു രക്ഷാധികാരി വന്നിരിക്കുന്നു. ഒരു ഉണക്ക തമ്പുരുമായിട്ട് കയറി വന്നതാ അച്ഛനും മോനും കൂടി ഇതിനകത്ത്. ഞാൻ തൊള്ളയിട്ട് തുറന്നു നടന്ന് തെണ്ടിയുമാ ഈ വീട് ഉന്തിക്കൊണ്ടു പോകുന്നത്. ഞാൻ ചെറ്റിയാണ് പോലും എന്ന് ഞാൻ പറഞ്ഞില്ല. പോടാ, എന്നെ ഭരിക്കാൻ വന്നാൽ ഇതിന് പുറത്ത്. അമ്മ, എന്റെ മോളെ എനിക്ക് തോന്നിയതുപോലെ വളർത്തും. നീ ആരാടാ ഇതൊക്കെ ചോദിക്കാൻ? ഇന്ന് രണ്ടിലൊന്നും എനിക്കറിയണം. അങ്ങേര് ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. പെരിയ വാസുദേവൻ ഭാഗവതരൻ പുറത്ത് എനിക്ക്. മഹദാനപുരമേ ഉണരു ഉണരു, കച്ചേരി മണിയയ്യർ വരവായിതായിതാ. ജ്യോതിർഗോളത്തിൽ നിന്നും ഒരു ജ്യോതിസ്ഫുലിംഗം മഹാദാനപുരത്ത് മറിഞ്ഞു വീണു. അതാണ് കച്ചേരി മണിയയ്യർ. വരുവിൻ, സ്വീകരിക്കുവിൻ, അദ്ദേഹത്തെ ഹഠാത് ആശ്ലേഷിക്കുവിൻ. ബ്രാഹ്മണ സമൂഹത്തിന്റെ നെടുംതൂണിത നടന്നു വരികയാണ്. മഹദാനപുരമേ. പ്രശസ്തനായ സഭാപതി അയ്യർ സ്വാമിക്ക് ശേഷം ഈ തെരുവിലേക്ക് ഇതാ മറ്റൊരു പ്രശസ്തൻ, കച്ചേരി മണിയയ്യർ. മഹദാനപുരമേ ഉണരു ഉണരു, കച്ചേരി മണിയയ്യർ വരവായിതായിതാ. പ്രശസ്തനായ സഭാപതിയർ സ്വാമിക്ക് ശേഷം ഈ തെരുവിന്റെയും ഗ്രാമത്തിന്റെയും ഉടമസ്ഥാവകാശം സ്ഥാപിച്ചുകൊണ്ട് മണിയയ്യർ പിന്നാലെ വരികയാണ്. ഗ്രാമത്തിന്റെ രോമാഞ്ചം അതാ വേട്ടമണ്ഡപം. സ്വീകരണ സംഘം വേട്ടമണ്ഡപത്തിനടുത്തെത്തി. വരുവിൻ, മണിയയ്യർ സ്വാമിയെ സ്വീകരിക്കുവിൻ. പ്രശസ്തനായ സഭാപതിയർ സ്വാമിക്ക് ശേഷം തെരുവിന്റെയും ഗ്രാമത്തിന്റെയും ഉടമസ്ഥാവകാശം സ്ഥാപിച്ചുകൊണ്ട് വരുന്നു മണിയയ്യർ ഇരട്ട കാളവണ്ടിയുടെ പിന്നാലെ. ആരുടെ ശവമട കാടാ തങ്കമണി? പെരിയസ്വാമിയുടെ. അയാൾക്കെന്തോ പറ്റി? ഒന്നും പറ്റിയില്ല. വേറൊരു പെരിയസ്വാമി വന്നിരിക്കുന്നു, കച്ചേരി മണി അയ്യർ. കച്ചേരി മണി അയ്യര് അവനാരാ? സ്വാമി പൂർണ്ണകുംഭം നൽകി കച്ചേരി മണിയർ സ്വാമിയെ സ്വീകരിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. തങ്കമണി,
ആ സ്വീകരണം സ്വീകരിച്ചു പ്രവേശിക്കുകയാണ്. തങ്കമണി വെടി ഗ്രാമത്തിലേക്ക് ഇതാ പ്രവേശിക്കുന്ന അദ്ദേഹം സുസ്മേരവദനായി ഇതാ പ്രവേശിക്കുന്നു. അച്ഛാ എവിടെ പോയി കിടക്കുകയായിരുന്നടാ? വന്നേ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എടാ നിന്നോടാ ചോദിച്ചത്, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന്. ആ കേട്ടു. അയ്യോ പുറക്കോട്ട് എടുക്കടോ. വണ്ടി പിന്നാടി ഇടയ്യ. സ്വീകരണ സംഘം മൊത്തമായും പുറമോട്ട് നീങ്ങട്ടെ. മന്നിത്ത് വിടും ഉപ്പമ്മ പാപ്പമ്മ. പാപ്പമ്മ. പാപ്പാ എന്താ ഇവിടെ? കുന്തം പോയി ജോലി പറയാ. വന്ന് പിന്നാടി എടുக்க சொல்றல. എടോ മാട്ടുകാര തോവാള തന്നോടാ പറഞ്ഞത്. യാരവര്? நம்ம ஆளுதான். அவ ஒரு மாதிரி. நீங்க வாங்க போலாம். ആ സ്വീകരണ സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. ഐ, നടക്കണം. ഐ, എന്നെ കാള ഇറങ്ങി പോടാ തെണ്ടി. നീ ആരാടാ അവളോടത് പറയാൻ? അവള് മോര് വിൽക്കും, പാല് വിൽക്കും. അവൾ ആരാണെന്ന് നിനക്ക് അറിയാമോ? അറിയാമോ ഒന്ന്? അവളാണ് നമുക്ക് ചോറ് തരുന്നത്. നീ ഞാനും തെണ്ടികളാ, തെണ്ടികൾ. ഒന്നും മിണ്ടാൻ പാടില്ല. തരുന്നത് വാങ്ങിച്ച് തിന്നോണ്ട് ഇവിടെ കിടന്നോണം. അതിലെന്നെ കിട്ടത്തില്ല. അച്ഛൻ വേണേ കിടന്നോണം. ചെറ്റത്തരം കാണിച്ച ഞാൻ പറയും ചെറ്റത്തരമാണെന്ന്. ചെറ്റ ഞാനല്ലടാ. നിന്നെയും പറ്റിട്ട് കെണ്ടി ചാടി ചത്തില്ലേ അവളാ. എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്തോ ചെയ്യണോ? പറഞ്ഞു വിടും. അങ്ങ് പോടാ അവിടുന്ന്. നീ എവിടേക്ക് പോയി തൊലയടാ തൊലയെ. നീ തിരിഞ്ഞു പോവുകയുള്ളൂ. ശങ്കരന്റെ വീടിനെ പറ്റി ഞാൻ എന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. കാറ്റിനും വെളിച്ചത്തിനും കയറി ഇറങ്ങി നടക്കാൻ ജനലുകളും വാതിലുകളും തുറന്നിട്ട ഒരു വീട്. തമ്പുരു കാവൽക്കാരനായുള്ള പൂജാമുറിയിലെ നിലവിളക്കിനെ പേടിക്കുന്ന ഇരുട്ട്, ദൈവങ്ങളുടെ മണം. എന്തു രസമാ ശങ്കരന്റെ വീട്. വിരുന്നുകാരിക്ക് മനസ്സിലാക്കാൻ അത്രേ ഉള്ളൂ ലൂബ. ലൂബയ്ക്കറിയോ, പല ദിവസങ്ങളിലും ഞാൻ ആഹാരം കഴിക്കാറില്ല. അറിയാം. എന്റെ വാടകമുറി ശങ്കരന്റെ വീടാണെന്ന് മനസ്സിൽ കണ്ടു. ആഹാരം കഴിക്കാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് തോന്നി? ബ്യൂട്ടിഫുൾ, മനോഹരമായി തോന്നി. മൂളാൻ പോലും പറ്റാത്ത ഒരു സംഗീതം മനസ്സിനെ പുതപ്പിച്ച് കിടത്തിയുറക്കി. അറിഞ്ഞുകൊണ്ടുള്ള പരീക്ഷണമാണെങ്കിൽ പട്ടിണി ഒരു സുഖമാണ്. അതും വല്ലപ്പോഴും. അനുവാദം ചോദിക്കാതെ ദിവസവും കാർന്ന് തിന്നുന്ന വിശപ്പ് ലൂബ അനുഭവിച്ചിട്ടില്ല. ഈ പറഞ്ഞ സംഗീതമൊന്നും അവിടെ ഇല്ല. ശങ്കരാ! ആ! കേട്ടില്ലേ? സ്നേഹിച്ച് ഉമ്മ വയ്ക്കാൻ വിളിക്കുകയല്ല, കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടന്ന് വിളിക്കുക. ഞാനിനി അങ്ങോട്ടില്ല. തൽക്കാലം അബൂക്കയുടെ കടയിൽ കൂടും. എന്റെ ആശ്വാസത്തിന്റെ കൗണ്ടർ അബൂക്കയ. ലൂബയെ ഞാൻ കൊണ്ടാക്കണോ? വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. ആ